ഹായ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇത് മാസം തുടക്കമാണല്ലോ, നമുക്ക് അതുകൊണ്ട് വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു. അതെന്തൊക്കെയാ വാങ്ങിയെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. അപ്പൊ ഞാൻ ഇത് വാങ്ങിയത് തൊണ്ടമുളകാണ്. ഇത് ഞാൻ സാമ്പാറിലും അവിയലും നമ്മുടെ മീൻ കറി വെക്കുന്നതിനൊക്കെ ഉപയോഗിക്കും. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് ഞാൻ മുടങ്ങാണ്ട് വാങ്ങിക്കാറുണ്ട്. ഇത് സാലഡ് കുക്കുംബർ. ഇത് കോട്ടൂക്കണം മാങ്ങയാണ്. എപ്പോഴും അങ്ങനെ കിട്ടുന്നതല്ല. ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാ. കിലോ 160 രൂപ ഉണ്ടായിരുന്നു. കുറച്ച് പേരയ്ക്ക, ഇത് കുറച്ച് പച്ചമുളക്, പിന്നെ ഇത് നമ്മുടെ കോഴിവാലൻ അമരക്കയാണേ. പിന്നെ ഒരു കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ 2-3 ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്. ആപ്പിളിന്റെ വില വെച്ചിട്ട് ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. 1/2 കിലോ പഞ്ചസാരയാണ്. ഞങ്ങൾ വീട്ടിൽ കുറച്ചേ പഞ്ചസാര യൂസ് ആക്കാറുള്ളേ. ഇത് കടല, പയറ്, പരിപ്പ്, ഉഴുന്നാണ്. ഇത് ഞാൻ വളരെ കുറച്ച് വീതം എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് ഇഡലി റൈസ് ആണ്. ഇത് മാത്രം ഞാൻ 2 കിലോ വാങ്ങിയിട്ടുണ്ട്. അരിപ്പൊട്ടി, ഇപ്പം ചൂടല്ലേ, തൊണ്ടവേദനയൊക്കെ വരുമ്പോഴത്തേക്കും കാപ്പി ഇടാനായിട്ട് വാങ്ങിയതാണ്. പിന്നെ വാങ്ങിയിരിക്കുന്നത് ഉപ്പ്, ഗോതമ്പ് പൊടി, പുട്ടുപൊടി ഐറ്റംസ് ആണ്. മസാല ഐറ്റംസ് ആയിട്ട് സാമ്പാർ പൊടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇന്നത് പാലും തൈരുമാണ്. ഈ തൈര് ഞാൻ മുടങ്ങാണ്ട് വാങ്ങിക്കുന്ന സാധനമാണ്. പിന്നെ വാങ്ങിയത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ്. ഇന്ന് വാങ്ങിയതിൽ ആകെ കൂടി ഓഫറിൽ കിട്ടിയത് ഇത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ വാങ്ങിയത് പേസ്റ്റും സോപ്പും ആണ്. അപ്പോൾ സാധനങ്ങൾ ഇത്രയേ ഉള്ളെങ്കിലും ബില്ല് 22,300 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 പേരെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മതിയാകും. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വേണ്ടി വരുമ്പോൾ അടുത്തുള്ള കടയിൽ പോയി വാങ്ങുകയാണ് പതിവ്. അപ്പൊ നിങ്ങളുടെയൊക്കെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.